ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പരീക്ഷയുടെ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട്. നവംബർ മാസത്തിലെ PSC പരീക്ഷാ കലണ്ടറിലാണ് ഈ പറഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പരീക്ഷയുടെ പരീക്ഷാ തീയതി ഉള്ളത്. നവംബർ 25-ാം തീയതിയാണ്. നവംബർ 25-നാണ് ഈ പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ മുന്നിൽ ഇനി ഒരു 3 മാസം പഠിക്കാനായിട്ടുണ്ട്. ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നവംബർ 25-ന് നടക്കുന്ന പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്തവർക്ക് ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി കൺഫർമേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് വളരെ ചെറിയ ഫീസിൽ ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. I+ന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ ജോയിൻ ചെയ്യുക. ലിങ്കിൽ കയറിയ ട്രയൽ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ കാറ്റഗറി നമ്പർ 013/2025 എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ ഇതിന്റെ സിലബസ് നമുക്കറിയാം. നേരത്തെ വന്നിട്ടുള്ള സിലബസ് ആണ്. I+ ഒക്കെ ഇതേ സിലബസ് വെച്ചിട്ടാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1 ഹാൻഡ് ടൂൾസ് 3 മാർക്കിന്റെ ഹാൻഡ് ടൂൾസ് ആണ്. അപ്പോൾ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും നോക്കുക. അപ്പോൾ 3 മാർക്കിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. സ്ക്രൈബർ, പഞ്ചസ്, ഹാമർ, വൈസസ്, ചിസൽ എന്നൊക്കെ പറഞ്ഞ് ഫയലൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അതിനുള്ളിൽ തന്നെ ഒരുപാട് ഫാക്റ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് വളരെ ഡീപ്പായിട്ട് വ്യാപകമായിട്ട് ഈ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാൻ നിൽക്കാതെ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ഈ ഭാഗത്ത് നിന്നൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പഠനമാണ് ആ ഒരു മൊഡ്യൂളിൽ നല്ലത്. രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഗ്യാസ് കട്ടിങ്ങിൽ 2 മാർക്കാണ്. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഗ്യാസ് കട്ടിംഗ് പ്രിൻസിപ്പിൾ ആപ്ലിക്കേഷൻ എങ്ങനെ അത് നടക്കുന്നു എന്നുള്ള കാര്യം അത് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. മൂന്നാമത്തെ മൊഡ്യൂൾ ആണ് ഗ്യാസ് വെൽഡിംഗ്. അപ്പോൾ ഇത് ജൂനിയർ ഇൻസ്ട്രക്ടർ തലത്തിലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നിമി ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നിമി അടിസ്ഥാനമാക്കി തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. കൂടാതെ PVQ ഡിസ്കഷൻസും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നിമി ഒന്ന് വായിക്കാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ വായിച്ചു നോക്കുക. കാരണം അതിൽ നിന്ന് എവിടെ നിന്നും പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഡീപ്പായിട്ടൊക്കെ ചിലപ്പോൾ വന്നേക്കാം. ചിലപ്പോൾ പരീക്ഷ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. പക്ഷെ ചില പരീക്ഷകൾ കുറച്ച് ഡിഫിക്കൽറ്റി ലെവൽ കൂട്ടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിമി എന്നുള്ള ചെറിയ ചെറിയ ഫാക്റ്റുകളൊക്കെ ചോദ്യങ്ങളുടെ രൂപത്തിൽ വരാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ. നിമിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് NCVT ഓൺലൈൻ എന്നുള്ള വെബ്സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. വെൽഡർ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ PDF രൂപത്തിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഗ്യാസ് വെൽഡിംഗ് 15 മാർക്കിന്റെ ഓക്സി അസിറ്റിലിൻ ഫ്ലെയിം തുടങ്ങി അതിന്റെ ഏതൊക്കെ തരം ഫ്ലെയിമുകളാണ്, ഏതൊക്കെ സമയത്താണ് യൂസ് ചെയ്യുന്ന ഗ്യാസ് ജനറേറ്റർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, വെൽഡിംഗ് ഓഫ് അലൂമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ എല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 15 മാർക്ക് ആ ഭാഗത്തു നിന്നുണ്ട്. നാലാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ ആർക്ക് വെൽഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ആർക്ക് വെൽഡിങ്ങിനാണ് 20 മാർക്കാണ് ആർക്ക് വെൽഡിങ്ങിനുള്ളത്. അപ്പൊ ഇതും നിമി ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ വായിക്കണം. ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുക. അതുകൂടാതെ ടെക്സ്റ്റ് ബുക്കും ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ വെൽഡിംഗ് പ്രോസസ്സുകൾ, വെൽഡിംഗ് ടേംസ്, ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സ്, അത്തരം കാര്യങ്ങൾ, ആർക്ക് വെൽഡിംഗ് എന്താണ്, ഡിഫക്ട്സ് എന്താണ്, ഇലക്ട്രോഡുകൾ, വെൽഡ് സിംബൽസ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതല്ല. ഇതൊന്നും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അത്യാവശ്യം നമുക്ക് നോക്കുന്ന ആളുകളാണെങ്കിൽ പഠിക്കാവുന്നതേ ഉള്ളൂ, കൺസിസ്റ്റന്റ് ആയിരിക്കുകയാണെങ്കിൽ. GMAW ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിന് 15 മാർക്കാണ് നമുക്കുള്ളത്. GMAW ആക്സസറീസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇതിനും ഈ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ്ങിനും അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. 20 മാർക്കാണ്. ആർക്ക് വെൽഡിംഗ് പോലെ തന്നെ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു സംഗതിയാണ് GTAW. അത് പക്ഷേ ഒരുപാട് നമുക്ക് പഠിക്കാനില്ല. ആർക്ക് വെൽഡിംഗ് പോലെ വളരെ വാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളൊക്കെ ആദ്യം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 20 മാർക്ക് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7ാമത്തെ മൊഡ്യൂൾ സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സർ. ഇത് ഓരോ ടൈപ്പ് വെൽഡിംഗ് ആണ്. അത് ഓരോന്നും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. തെർമിറ്റ് വെൽഡിംഗ്, സബ്മർജ് ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ്, ഇലക്ട്രോൺ ബീം വെൽഡിംഗ്, റെസിസ്റ്റൻസ്, ലേസർ ബീം, ഫ്രിക്ഷൻ വെൽഡിംഗ്, ഒരു സെറ്റ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സുകൾ തന്നിട്ടുണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി. പക്ഷെ അത് നന്നായിട്ട് പഠിക്കുകയും വേണം. എന്നിട്ട് 8ാമത്തെ മൊഡ്യൂൾ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ്. അത് ഡിസ്ട്രക്റ്റീവ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആണ്. വെൽഡിംഗ് കോഡ്സ്, സ്റ്റാൻഡേർഡ്സ്, WPS, PQR ഒക്കെ എന്തുവാണെന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കുക. 5 മാർക്കാണ് ആ ഭാഗത്ത് നിന്ന്. പ്ലാസ്മ കട്ടിങ് മാത്രമായിട്ടൊരു മൊഡ്യൂളായിട്ട് തന്നിട്ടുണ്ട്. 2 മാർക്കാണ് അതിന്. പ്ലാസ്മ കട്ടിങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും നോക്കുക. ലാസ്റ്റ് മൊഡ്യൂൾ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വെൽഡിങ്ങിനും 3 മാർക്ക് ആ ഭാഗത്ത് നിന്ന്. ഇതും സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന സംഗതികളൊക്കെ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് സിലബസ്. അപ്പൊ ഇമ്പോർട്ടൻസ് ഉള്ള മൊഡ്യൂളുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സിലബസ് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാരി വലിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്ക് വെയിറ്റേജ് കുറവുള്ള മൊഡ്യൂളിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടൊന്നും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സിലബസ് നോക്കി നന്നായിട്ട് പഠിക്കുക. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ I+നൊപ്പം ചേരാം. ഈ റീസെന്റ് ആയിട്ട് നടന്ന ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് ആയിക്കോട്ടെ, ട്രേഡ്സ്മാൻ ട്രെയിനർ പരീക്ഷകൾക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചകൾക്കുള്ളിൽ വന്ന ലിസ്റ്റിലൊക്കെ ടോപ്പ് റാങ്ക് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2ാം റാങ്കും 3ാം റാങ്കും 6ാം റാങ്കും ഒക്കെ നമ്മുടെ കുട്ടികൾക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതേ നിലവാരമുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.